പുതിയ പ്രഖ്യാപനമല്ലല്ലോ, ഇത് വളരെ നേരത്തെ തന്നെ പറഞ്ഞതല്ലേ. കോഴിക്കോട് ഒരു ഇൻ്റർനാഷണൽ സ്റ്റേഡിയം എന്നുള്ളത് സ്പോർട്സ് മന്ത്രി വളരെ നേരത്തെ തന്നെ പറഞ്ഞാണ്. അതിൽ സന്തോഷിക്കല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ സ്പോർട്സ് ഫ്രറ്റർണിറ്റീൻ്റെ പേരിൽ നടന്ന യോഗത്തിൽ സ്വാഭാവികമായിട്ടും ആ വിവരം പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞത് ഒരു പുതിയ സംഭവമല്ല, ഇങ്ങനെ വരുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞു. അതുമാത്രമല്ല പറഞ്ഞു, NH-66 പ്രവൃത്തി പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞു. പിന്നെ സിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് റോഡിന് 1300 കോടി രൂപ നേരത്തെ അനുവദിച്ച വിവരം പറഞ്ഞു. അതൊക്കെ പിന്നെ പറയണ്ടേ, ചെയ്ത നല്ല കാര്യം പറയുന്നതിൽ എന്താ തെറ്റുള്ള? അത് വികസന നേട്ടങ്ങൾ മാത്രമാണ് പറഞ്ഞത്. അല്ല, അതിലിപ്പോൾ നമ്മൾ ബേജാറാവുണ്ടല്ലോ. ഒരു ഇൻ്റർനാഷണൽ സ്റ്റേഡിയം കോഴിക്കോട് വരും എന്നുള്ളത് ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞാണോ? സ്പോർട്സ് മന്ത്രി നേരത്തെ പറഞ്ഞു, നമ്മളൊക്കെ അതിന് ഒരുപാട് മീറ്റിങ്ങുകൾ നടത്തി. അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ അത്. പക്ഷേ അതിൽ ഈ സംശയം വന്നത് ആ തൊട്ട് പിന്നാലെ ക്യാമറമാനെ സ്ഥാനാർത്ഥി തന്നെ പിടിച്ചു മാറ്റുന്നുണ്ട്, അതാണ് സംശയത്തിനിടയാക്കുന്നത്. അല്ല, ഞാനവിടെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ പോയിട്ടുണ്ട്. അത് കാര്യങ്ങൾ സംസാരിച്ച് പോയി. പിന്നെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ ധാരണ ഉള്ളവരല്ലേ നമ്മൾ. ഇപ്പോൾ മന്ത്രി ആയതിനു ശേഷവും നിരവധി ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ പോയിട്ടുണ്ട്. പെരുമാറ്റച്ചട്ടം എന്താണെന്നൊക്കെ നന്നായിട്ട് അറിയാം. തെരഞ്ഞെടുപ്പിൻ്റെ പാർലമെൻറ്റ് കമ്മിറ്റി സെക്രട്ടറിയും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് സെക്രട്ടറിയും ബൂത്ത് സെക്രട്ടറിയൊക്കെ പ്രവർത്തിച്ചിട്ട് തന്നെയായി ഈ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഇറങ്ങുന്നത്. അങ്ങനത്തെ അനുഭവമുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ എന്ത് പറയണം എന്ത് പറയണ്ട എന്നുള്ളതിനൊക്കെ നല്ല ധാരണയുണ്ട്. അതിൽ ഒരു സംശയമില്ല. ഇനി അവിടെ ക്യാമറകളുണ്ട്, പിന്നെ മൊബൈൽ ഫോണിലും ആർക്കും എടുക്കാം. അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു എന്നുള്ള അവിടെ വ്യക്തമല്ലേ, അതിൽ കണ്ടാൽ പോരെ, അത് നോക്കിയാൽ പോരെ. എന്തിനാണ് ഇതിലൊക്കെ പ്രയാസപ്പെടുന്നത്? ഒരു നല്ല സ്റ്റേഡിയം കോഴിക്കോട് LDF സർക്കാർ കൊണ്ടുവരുന്നതിൽ സന്തോഷിക്കുകയല്ലേ ചെയ്യേണ്ടത്. ക്യാമറമാനെ പിടിച്ച് മാറ്റുന്നത് കണ്ടിരുന്നോ? ഇല്ല, ഞാൻ പ്രസംഗിച്ച് കഴിഞ്ഞ് ഞാൻ പോയല്ലോ, എനിക്കതറിയില്ല എന്താ സംഭവം എന്നറിയില്ല. ഇനിയിപ്പോൾ അങ്ങനെ പ്രസംഗത്തിന് അടയ്ക്കാൻ മാറ്റിയത് അതെനിക്കറിയില്ലല്ലോ. പ്രസംഗിക്കുമ്പോൾ ഇപ്പോൾ നമ്മളെ പ്രസംഗം നടത്തുക എനിക്കറിയില്ല, അതെന്താണെന്നുള്ളത് എനിക്കറിയില്ല. ഒരു സ്റ്റേഡിയം വരുന്നതിന് നമ്മൾ സന്തോഷിക്കുകയല്ലേ ചെയ്യേണ്ടത്, കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയല്ലേ ചെയ്യേണ്ടത്. കോഴിക്കോട്ടുകാരൊരു ആഗ്രഹമല്ലേ, അതിനിങ്ങനെ കരയാൻ പാടുണ്ടോ സ്റ്റേഡിയം വരുന്ന ആരെങ്കിലും? അതിന് കക്ഷി രാഷ്ട്രീയം വെച്ച് നമ്മൾ നിൽക്കരുത്. NH-66 പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിന് സന്തോഷിക്കുകയല്ലേ വേണ്ടത്. 1300 കോടി രൂപ കോഴിക്കോട് നഗരത്തിലെ റോഡുകൾക്ക് വേണ്ടി LDF സർക്കാർ ചെലവഴിക്കുന്നതിന് സന്തോഷിക്കുകയല്ലേ വേണ്ടത്. അതൊക്കെ നമ്മളിങ്ങനെ ബുദ്ധിമുട്ടായിട്ട് കാണാൻ വേണ്ടി പാടില്ല. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ ഞങ്ങൾ ചെയ്ത കാര്യവും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യവും പറയും. പെൻഷൻ നൽകുന്നു, അതുപോലെ ലൈഫ് പദ്ധതി, എന്തെല്ലാം സംസ്ഥാന സർക്കാർ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾ പറയും. അത് നടത്തിയ പ്രവൃത്തിയൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് ഒരുപാട് പ്രവർത്തികൾ നടത്തിയവർ പറയുമ്പോൾ ഇങ്ങനെ ആളുകൾക്ക് ബേജാറെന്ന് എനിക്ക് തോന്നുന്നത്. ഇതൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമായിട്ടാണ്. ഞാൻ എന്താ അവിടെ സംസാരിച്ചു എന്നുള്ളത് വ്യക്തമാണ്. ഒരുപാട് ക്യാമറയും മൊബൈലും ഒക്കെ ഉള്ളതല്ലേ, ആളുകളുടെ അടുത്ത് പരിശോധിച്ചോട്ടെ.